ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ദോശയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല തേങ്ങ ചട്നിയുടെ റെസിപ്പി നോക്കിയാലോ. നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്കൊരു ചുവന്നുള്ളി ചെറിയ പീസുകളാക്കി ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് 1-2 പച്ചമുളക് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. 2 പച്ചമുളക് ആവശ്യത്തിന് എരിവുണ്ടാകും. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറിയ പീസുകളാക്കി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ തൈരുണ്ടെങ്കിൽ തൈരായാലും ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മതിയാകും. ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്ക് കടുക് പൊട്ടിക്കാനായിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് പൊട്ടിക്കാം. കടുകൊക്കെ പൊട്ടി വരുമ്പോൾ നമുക്ക് വറ്റൽമുളകും വേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് നമുക്ക് ചേർക്കാം. ഇനി ഇത് തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം. നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ തേങ്ങ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ദോശയുടെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ചട്നിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണം. താങ്ക്